കപ്പ നമ്മൾ ഒരുപാട് രീതിയിൽ വെച്ചിട്ടുണ്ടല്ലേ. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് പാൽക്കപ്പ ഉണ്ടാക്കിയാലോ. ഒന്ന് രണ്ടിടത്ത് പോയി കഴിച്ചപ്പം സംഭവം ഉഷാറാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പാൽക്കപ്പ ഉണ്ടാക്കി. കപ്പ മേടിച്ചെല്ലാം റെഡിയാക്കി എടുത്തു. അതിനകത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ വേവിച്ചെടുത്ത് വെന്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഉള്ളി ഇതെല്ലാം കൂടെ നല്ലപോലെ ചതച്ച് അതിനകത്ത് ചേർക്കണം. ആ വെന്ത കപ്പയ്ക്കകത്ത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം, എന്നാലേ അതിനകത്തെല്ലാം സെറ്റായിട്ട് പിടിക്കത്തുള്ളൂ. അങ്ങനെ എടുത്തതിന് ശേഷം അതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കണം. തേങ്ങാപ്പാൽ ഇച്ചിരി ലൂസായിട്ട് എടുക്കണം, നമ്പാലല്ല. ഇച്ചിരി കട്ട് കുറച്ചാക്കണം. ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് തേങ്ങാപ്പാൽ എടുത്ത് അതിലൊഴിച്ച് പിന്നെ ആ കപ്പ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വേണം നല്ലപോലെ വേകാനായിട്ട്. അങ്ങനെ നല്ലപോലെ വെന്ത് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അതിനകത്ത് വറുത്തിടണം. എണ്ണ ഒഴിച്ച് കടു, കൊച്ചുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് മൂപ്പിച്ച് അതിനകത്ത് ഒഴിക്കണം. ഒഴിച്ച് ഒരു 2 മിനിറ്റും കൂടെ, പിന്നെ ഒരുപാട് നേരം വേണ്ട, 2 മിനിറ്റ് കൂടെ വെച്ച് സെറ്റാക്കി ഇറക്കണം. നല്ല ഒന്നാം തരം പാൽക്കപ്പ റെഡി. അപ്പോൾ അത് ചിക്കനോ മട്ടനോ ബീഫോ എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. സംഭവം സെറ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി